ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ആണെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോകാൻ പോവാണ്. ഞാൻ, ഡോറ, നമ്മുടെ ആര്യ, സെയ്ത് എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു സ്പെഷ്യലായിട്ട് ഒരു ചെറിയ ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇവിടെ എന്തായാലും വന്നില്ലേ, വന്നപ്പോൾ നമ്മളാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വിചാരിച്ച് ചെറിയൊരു ഫാമിലി ട്രിപ്പ് പോയിട്ട് വരാൻ വിചാരിച്ച് നമ്മുടെ ഗബ്രൂട്ടിനെ നമ്മൾ കണ്ട് കൊണ്ടുപോകുന്നില്ല, സാവിത്രമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സോനച്ചനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ, അതായത് ഞങ്ങളെല്ലാവരും വെച്ചാൽ അവർ രണ്ടുപേരും ഇവിടെ വീട്ടിൽ കുഞ്ഞിനെ നോക്കി നിൽക്കും, ഞങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വരും. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ചെറിയൊരു പ്ലാനിങ് ആയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് വൈകിയെ കാണാം. കൂട്ടുകാരെ, ഇവിടെയാണ് ബിനോയ് ചേട്ടൻ്റെയും അശ്വതി ചേച്ചിയുടെയും വിവാഹം കഴിഞ്ഞത്, രജിസ്റ്റർ മാരേജ് ചെയ്ത സ്ഥലം ഇവിടെയാണ്. നമ്മളിവിടെ വണ്ടി നിർത്തി നോക്കുക, ഞാനും ആര്യയും. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പം നമുക്ക് ക്യാമ്പ് കാണത്തില്ലേ, അന്നേരമൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. മെഡിക്കൽ ക്യാമ്പിനൊക്കെ വന്നിട്ടുണ്ട്. ഈകളുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു അടിപൊളി സ്ഥലം കണ്ടു കേട്ടോ. ഞങ്ങൾ അങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയത്. ചെറിയൊരു കുട്ടി വെള്ളച്ചാട്ടം, ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമേ. സെയ്ത് മേളിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ആര്യയുണ്ട്. ഡോറ അവിടെ ഇരിക്കുകയാണ്. ഡോറയ്ക്ക് ഇങ്ങോട്ട് നടന്നു വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വീണല്ലോ. മേളിലെല്ലാം മലയാണ്, മനസ്സിലേ, വെള്ളത്തോട്ടെല്ലാം മലയാണ്. പിന്നെ വേണ്ടേ അവിടെ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. അവിടെ നല്ല വെയിലുള്ളതുകൊണ്ടാണ് അത്ര ഇതായിട്ട് കാണാൻ പറ്റാത്തത്. മേളിൽ നല്ല ഹൈറ്റുള്ള മലയാണ്. സെറ്റ് സ്ഥലം. ഇവിടെ എല്ലാം പാറക്കൂട്ടം ഉണ്ടോ, എല്ലാം പാറക്കൂട്ടം. സെറ്റ് സ്ഥലം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പോകുന്ന വഴിക്ക് അടിപൊളി ഒരു സ്ഥലം കണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തിയതാണ്ട്. നമ്മുടെ ബാക്കിലാണെങ്കിൽ നമ്മുടെ ലുട്ടാപ്പി ആര്യ ഇരിപ്പുണ്ട്. ആര്യ ഭയങ്കര വ്ളോഗിങ് കേട്ടോ. ഇപ്പോൾ ആര്യ ഭയങ്കര ആക്റ്റീവാണ് വ്ളോഗിങ്ങിൽ. സെറ്റായി ആര്യ ആക്റ്റീവായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലുട്ടാപ്പി അത്ര പോരാ, അവൻ അങ്ങോട്ട് ശരിയാവുന്നില്ല. നമ്മുടെ ആര്യ എല്ലാം മാറ്റിയെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ഥലം കാണാൻ കണ്ടില്ലേ, അടിപൊളി മലനിര കണ്ട. അത് നമ്മൾ പോകുന്ന സ്ഥലത്ത് ആര്യക്ക് ചെറിയൊരു പണി ഞാൻ കാത്തു വെപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പം ആര്യക്ക് പണി കൊടുക്കുമ്പോൾ ആര്യ എന്നെ ഒന്നും തിരിച്ച് പറയാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് സോപ്പിട്ട് സൂപ്പിക്കുക. അവിടെ ചെന്നിട്ട് നമുക്ക് പണി അറിഞ്ഞങ്ങ് കൊടുക്കാം. അപ്പോൾ തൻ്റെ ബാക്കിൽ കണ്ട അടിപൊളി മലനിര കണ്ട. സെറ്റല്ലേ, ദേ കണ്ട, ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, ദ ബ്യൂട്ടി ഓഫ് നേച്ചർ കണ്ട. ഞങ്ങൾ കുറേ കയറി വന്നു കേട്ടോ, കയറ്റം കയറി വന്നു, അങ്ങനെ കയറ്റം കയറി വന്നു. 2 വാക്ക് ലുട്ടാപ്പി, 2 വാക്ക്. നല്ല അടിപൊളി സ്ഥലം. കയറ്റം അങ്ങനെ ഉണ്ടായിരുന്നു? പേടിച്ചായിരുന്നോ? കയറ്റം പേടിച്ചില്ല. നമ്മൾ അങ്ങ് താഴേന്നാ വന്നേക്കുന്ന കേട്ടോ, അങ്ങ് അടിയെന്നാ വന്നേക്കുന്നത് നമ്മള്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരിടത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തി. കാരണം എൻ്റെ വണ്ടി കുറച്ച് വലിക്കുന്നില്ല, പിന്നെ ഇത്രയും ദൂരം വന്നില്ല, അതിൻ്റെ ആയിരിക്കാം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം വണ്ടി അവിടെ നിർത്തി റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഡോറയ്ക്കും ആര്യയ്ക്കും നമ്മുടെ ലുട്ടാപ്പിക്കും വിശക്കെന്ന് പറഞ്ഞിട്ട് 2-3 പേരും കൂടെ തൻ്റെ ലേസ് കഴിക്കുക. എന്നിട്ട് ലേസ് കഴിക്കുക, എന്തൊക്കെയോ കഴിക്കുന്നത്, എനിക്കൊന്നും അറിയത്തില്ല. ഇവരെന്തൊക്കെയാ ചെയ്യുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആക്ഷൻ. സേതേ പയ്യ ഇട്. ആ കറങ്ങ് പയ്യെ കറങ്ങ്, ജസ്റ്റ് കറങ്ങ്. അവള് പേടിച്ചിട്ട് അവളങ്ങ് അള്ളി പിടിച്ച്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കണ്ടേ ഇതേതാ സ്ഥലം, എന്തോ ഒരു സ്ഥലപ്പേര് പറഞ്ഞില്ലേ, ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ എത്തി. പുള്ളിക്കാനം റോഡ്. സ്ഥലം ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. സംഗതി എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടേ ഒരു ലേക്ക് വ്യൂ പോയിന്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിൻ്റെ സ്ഥലപ്പേര് എന്താണെന്ന് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതായിട്ട് ഇവിടെ എത്തി. അതെ വേണ്ടില്ലേ, തേയിലത്തോട്ടം. സെറ്റ് സ്ഥലം. ഇനി അടുത്തത് ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ പോകാൻ പോകണം. ഇങ്ങനെ ഓരോ സ്ഥലം ഞങ്ങളിങ്ങനെ മാറി പൊക്കോണ്ടിരിക്കും.
അപ്പോൾ കൂട്ടുകാരെ നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് ഹെൽമെറ്റ് ഊരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂട്, അത് കാരണം ഹെൽമെറ്റ് ഊരാൻ പറ്റുന്നില്ല. ലക്ഷങ്ങൾ വിലയുള്ള ഹെൽമെറ്റ്. അതെ അതെ, 10,000 വിലയുള്ള ഹെൽമെറ്റാണ്. ഊരി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പേടി. ഹെൽമെറ്റ് 2 അടിച്ചിറക്കിയിട്ടുള്ളൂ. അതെ അതെ, 2 എഡിഷൻ, ഒന്ന് എൻ്റെ കയ്യിലും ഒന്ന് നാസിയുടെ കയ്യിലും. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് കുറച്ച് ആൾക്കാർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ജസ്റ്റ് ബാക്ക് കാണിക്കാം, കണ്ടല്ലോ. കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായി കാണും ഏത് സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ഡോറയുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇവിടേക്ക്, തൊട്ടടുത്ത. ഞങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുട്ടക്കുന്നിലൂടെ. ചെറിയൊരു തണുപ്പും നല്ല വെയിലും ചെറിയൊരു തണുപ്പ്, കാറ്റ് വരുമ്പോ തണുക്കുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. പേരൊക്കെ കണ്ടുകൂട്ട് ഇവിടെ വന്ന പിന്നെ അതെ, നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കും, വിശേഷങ്ങളൊക്കെ തിരക്കിട്ടോ. കുറച്ച് പേരെ നമ്മൾ കണ്ടെന്തായാലും. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇവിടെ മുട്ടക്കുന്നി വന്നിട്ട് പൈനാപ്പിൾ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോറ. അതായത് നമ്മുടെ സേതും ആര്യയുണ്ട്. പൈനാപ്പിൾ ഇഷ്ടമല്ല. ആര്യ മാറി വണ്ടി. ആര്യ മാങ്ങ കഴിക്കുന്നു, ഞങ്ങൾ 3 പേരും പൈനാപ്പിൾ കഴിക്കുന്നു. ഇനി ഇവിടുന്ന് പൈൻ വാലി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ മറ്റേ നമ്മുടെ വാഗമൺ വ്യൂ പോയിന്റ് ഒന്ന് പോയി നോക്കാൻ വേണ്ടി പോവാണ്. അവിടെ കുറച്ച് റൈഡ് ഉണ്ടല്ലോ, എനിക്ക് റൈഡിൽ കയറാൻ വേണ്ടിയാണ്. മുട്ടക്കുന്നിലെ റൈഡൊന്നും അത്ര എല്ലാവർക്കും അറിയാമല്ലോ, അത്ര രസമൊന്നും ഉള്ളതല്ല. എനിക്ക് കയറാനുള്ളത് വെള്ള വാട്ടർ മറ്റേ ബോട്ടിങ് ഇല്ല ഈ പ്രാവശ്യം അവിടെ വാഗമണിൽ മുട്ടക്കുന്നിൽ. ഇനി അവിടെ ഉണ്ടല്ലോ നമ്മുടെ വ്യൂ പോയിന്റിലുണ്ടല്ലോ, അവിടെ പോയി ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. ഹയാക്കിൽ നമ്മളിന്ന് ആര്യനെ സിംഗിൾ ഹയാക്കിൽ ആര്യനെ തുഴയാൻ വേണ്ടി നമ്മൾ വിടും. അതാണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ച് നമ്മൾ ആര്യയ്ക്ക് കൊടുക്കുന്നത്. പൈൻ വാലിയുടെ അടുത്ത് വന്ന് പൈൻ വാലി കണ്ടില്ല, ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ പോയിട്ട് വന്ന് പൈൻ വാലി കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ കയറിയ എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. എനിക്ക് പുറത്തുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരാൾ ബിരിയാണി കഴിക്കാൻ കൊതിച്ച് വന്നിട്ട് ലാസ്റ്റ് ചമ്മിപ്പ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ പോയിട്ട് വാങ്ങിച്ചു കൊടുക്കാം. കൂട്ടുകാരെ നമ്മളാണെങ്കിൽ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്, കണ്ടല്ലോ. ഞാൻ ഇവിടെ വന്നിട്ടില്ല ഇതുവരെ, ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. എടാ മൈക്കാണ്. ഞാൻ ഇവിടെ വന്നിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. താഴെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ അടിപൊളി, നല്ല തണുപ്പ്, നല്ല അഡ്വഞ്ചർ. അല്ല അഡ്വഞ്ചറോ, അഡ്വഞ്ചർ റൈഡുകൾ. റൈഡുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കയറാന്ന് വിചാരിച്ചു, പക്ഷെ ക്ലോസ് ചെയ്തേക്കാണ്. ഇല്ല ദേന്റെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടല്ലോ, അങ്ങോട്ടല്ല ഇവിടെ കൈ ഇതുകൊണ്ട് കണ്ട ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടല്ലോ, അതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഭയങ്കര തിരക്ക്. ഇതിപ്പോൾ സീസൺ സമയമായിട്ടാണ്, ഇപ്പൊ വെക്കേഷൻ സമയമല്ലേ, അതിന്റെ ആയിരിക്കും ഭയങ്കര തിരക്ക്, അതിയായ തിരക്ക്. ആ സത്യം, സൺഡേയും കൂടെ ആണ്. സൺഡേയാ ഇത് നേരത്തെ കണ്ടായിരുന്നു. നമ്മൾ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം തീരുകയാണ്. നേരെ വീട്ടിൽ പോവുക, കിടക്കുക, ഉറങ്ങുക, അത്രേ ഉള്ളൂ. കുഴപ്പമില്ലായിരുന്നു, നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ വാഗമണിലെ കുറച്ച് ആൾക്കാരുടെ സ്വഭാവം മാത്രമേ ഉള്ളൂ എനിക്ക് പിടിക്കാൻ. ഇവർക്ക് എങ്ങനെയാണെന്നറിയില്ല, എനിക്ക് പിടിച്ചില്ല കേട്ടോ, ഉള്ളത് ഞാൻ പറയാം. ഈ ടിക്കറ്റ് കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു കച്ചറ സ്വഭാവം. കച്ചറ എന്ന് വെച്ചാൽ തനി ലോക്കൽ സ്വഭാവം, സീരിയസ്ലി. കാരണം വെച്ചാൽ കസ്റ്റമറിൻ്റെ അടുത്തുള്ള ബിഹേവിയർ ശരിയല്ല അവരുടെ. അതെനിക്ക് ഫീൽ ചെയ്തു. ഞാൻ വിചാരിച്ചു ഇവർക്കാർക്കും ഫീൽ ചെയ്തില്ലെന്ന്, പക്ഷെ എനിക്ക് ഫീൽ ചെയ്തു. നല്ല രീതിയിൽ ഭയങ്കര മോശം കസ്റ്റമർ കെയർ ആണ് ഇവിടുത്തത്. എന്നുവെച്ചാൽ സ്റ്റാർട്ടിങ്ങിലൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷേ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ അഡ്വഞ്ചർ പാർക്ക്, അഡ്വഞ്ചർ സോൺ എന്ന് പറയുന്ന ആ ഏരിയയിലുള്ള കിഡ്സ് അഡൽട്ടിൻ്റെയൊക്കെ ആ ഏരിയയിലുള്ള ഇത് അത്രയും ശരിയല്ല, മോശമാണ്, കുഴപ്പമില്ല. പിന്നെയെന്ന് വെച്ചാൽ ഈ 5:30 ആകുമ്പോൾ തന്നെ എല്ലാം ക്ലോസ് ചെയ്യുന്നതും ഭയങ്കര മോശമാണ്. കാരണം ഇപ്പോൾ ഒരു തുള്ളി വെള്ളം കുടിക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വരുന്നത് ഒട്ടും പറ്റത്തില്ല. അപ്പം കടയാണ്, നമ്മളിപ്പോൾ വെള്ളം ചോദിച്ചപ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് ഇത്രയും നടന്നിട്ടൊക്കെ വരുമ്പോൾ ഇച്ചിരി വെള്ളം കുടിക്കാൻ, ഇച്ചിരി ഐസ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ഇത്. അതൊക്കെ മാറ്റണമെന്നാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ മാറ്റുക, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും കൂട്ടരെ. ബൈ.